വാർത്തകൾ വിശദമായി. അപമാനകരമായ അമേരിക്കൻ വിധേയത്വം പുലർത്തുന്ന സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂർ നഗരത്തിൽ സി കണ്ണൻ പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ നടക്കുന്ന യുദ്ധം, ഇറാന് നേരെ അമേരിക്കൻ സാമ്രാജ്യത്വം അഴിച്ചുവിട്ട ഏകപക്ഷീയമായ യുദ്ധം, അതിൻ്റെ ഭാഗമായി അനേക ലക്ഷം മലയാളി സഹോദരങ്ങൾ പല രാജ്യങ്ങളിലായി വലിയ ആശങ്കയിൽ കഴിയുന്നു. നമ്മുടെ ഇവിടെയാണെങ്കിൽ അടുക്കളകളെ അത് ബാധിക്കുന്നു, ഹോട്ടലുകളെ ബാധിക്കുന്നു. ഹോട്ടലുകൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. ആവശ്യത്തിനുള്ള വാതകം ഇല്ല എന്ന നില വരുന്നു. ഇത്തരം കാര്യങ്ങളിൽ ഫലപ്രദമായി നിലപാട് നമ്മുടെ രാജ്യം എടുക്കുന്നില്ല എന്ന ദുരവസ്ഥ നൽകുന്നു. ഈ ഘട്ടത്തിൽ ഏകപക്ഷീയമായി ആക്രമണം നടത്തുന്ന അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ ഉറച്ച നിലപാടാണ് ഇന്ത്യ കൈക്കൊള്ളേണ്ടത്. പക്ഷേ അത്തരമൊരു നിലപാടിലേക്ക് നമ്മുടെ രാജ്യം എത്തുന്നില്ല. മാത്രമല്ല, അമേരിക്കയുടെ ഒരു വിനീത വിധേയത്വം നമ്മുടെ രാജ്യത്തിന് വന്നിരിക്കുന്നുവെന്നാണ് കാണുന്നത്. അത് എവിടെ വരെ എത്തി? നമ്മുടെ രാജ്യം ഒരു പരമാധികാര രാഷ്ട്രമാണ്. നമുക്ക് ഏതെങ്കിലും രാജ്യത്തിൽ നിന്ന് എണ്ണ വാങ്ങണമെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ അനുമതി ആവശ്യമില്ല. പക്ഷേ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അമേരിക്കയുടെ അനുമതി തേടുന്നു. അമേരിക്ക ദയാപൂർവം 30 ദിവസം അനുവദിക്കുന്നു. അത് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്നു. ഹെഡ് പോസ്റ്റ് ഓഫീസിന് പിറകുവശത്തായി സർക്കാർ വിട്ടു നൽകിയ 3 സെന്റിലാണ് സി കണ്ണൻ സ്മാരക സ്ക്വയർ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ബീഡി തൊഴിലാളികൾ സമാഹരിച്ച പണം ഉപയോഗിച്ചാണ് ബീഡി തൊഴിലാളി സംഘടനയുടെ സ്ഥാപക നേതാവായ സി കണ്ണന്റെ പ്രതിമ നിർമ്മിച്ചത്. ഉണ്ണീക്കാനായാണ് 10 അടി ഉയരമുള്ള ശില്പം രൂപകൽപ്പന ചെയ്തത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, LDF കണ്ണൂർ മണ്ഡലം സ്ഥാനാർത്ഥി രാമചന്ദ്രൻ കടന്നപ്പള്ളി, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി, KK രാഗേഷ്, TV രാജേഷ്, CITU സംസ്ഥാന സെക്രട്ടറി OC ബിന്ദു, MV ശശിധരൻ, ജോസഫ് പ്ലാത്തോട്ടം, താമ ബാലകൃഷ്ണൻ, MA കരീം, N വത്സരാജൻ, M കമലാക്ഷൻ, C കൃഷ്ണൻ, അരക്കൻ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിമാ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ KP സഹദേവൻ അധ്യക്ഷനായി. കൺവീനർ K മനോഹരൻ സ്വാഗതം പറഞ്ഞു.